നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുകയും തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ബിജെപി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ 2 കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് തൊഴിലുറപ്പിലൂടെ അനുമതി നൽകിയപ്പോൾ നാട്ടികയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ 1 രൂപയുടെ പദ്ധതിക്ക് പോലും അനുമതി നൽകുന്നില്ല. തൃപ്രയാറിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി വീടുകളിൽ രൂക്ഷമായ വെള്ളക്കെട്ടിന് വഴിയൊരുക്കുന്ന അങ്ങാടിത്തോടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് പോലും അനുമതിയില്ല. പഞ്ചായത്ത് ഭരണകൂടവും ഈ കാര്യങ്ങളിൽ അനാസ്ഥ കാണിക്കുകയാണെന്നും ബിജെപി ആരോപിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി.വി. സെന്തിൽകുമാർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി പി.ടി. ശ്രീകുട്ടൻ, മണ്ഡലം സമിതി അംഗം സജ്ജനി മുരളി എന്നിവർ സംസാരിച്ചു. എ.കെ. ചന്ദ്രശേഖരൻ, ലാൽ ഊണുങ്ങൽ, N.S. ഉണ്ണിമോൻ, സുരേഷ് യാനി, ജോഷി ബ്ലാങ്ങാട്ട്, അംബിക, ജ്യോതിദാസ്, K.S. സുധീർ, ഷാജി പുളിക്കൽ, ജയരാമൻ വളവത്ത്, എ.കെ. സിദ്ധാർത്ഥൻ, സിജിത്ത് കരുവത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഈ പദ്ധതിയെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലല്ല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മിക്ക തൊഴിലാളികളും പാവപ്പെട്ടവരാണ്. പക്ഷേ ഉദ്യോഗസ്ഥരായിട്ടുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥരായിരിക്കുന്നവര് മിക്കവരും CPIM-ന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളും അവരുടെ യൂണിയനിൽ പ്രവർത്തിക്കുന്ന ആളുകളുമാണ്. അത് AE ആയാലും ഓവർസിയർ ആയാലും ഡാറ്റ എൻട്രി ചെയ്യുന്നവരായാലും എല്ലാ ഉദ്യോഗസ്ഥരും CPIM-ന്റെ പ്രവർത്തകരാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും.